ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ്. നിങ്ങൾക്ക് സ്ഥലം കണ്ടപ്പോൾ തന്നെ കുറച്ച് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. എൻ്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ജോലിക്ക് പോകണം. ജോലിയുള്ള ഒരു ദിവസത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ അതിന് തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇവിടെ നല്ല തണുവാണ് കേട്ടോ. അത്യാവശ്യം നല്ല മഞ്ഞ് പോലത്തെ കാണുന്നില്ല, ഇപ്പം നല്ല മഞ്ഞിറങ്ങുന്നതാണ്. അപ്പോൾ നല്ല തണുവാണ്. രാവിലെ എണീറ്റപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് നടക്കാൻ വേണ്ടി വന്നതാണ്. സമയം 6:30 പക്ഷെ എന്നാലും നല്ല തണുവും അത്യാവശ്യം ഇങ്ങനെ നേരം വെളുത്ത് ഇങ്ങനെ വരണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റിയൊരു അന്തരീക്ഷമാണ്. പക്ഷെ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, നമുക്ക് ജോലിക്ക് പോകണം. അപ്പോൾ എഴുന്നേറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉറക്കക്ഷീണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. നമുക്ക് പുറത്ത് ഭയങ്കര തണുവാണെങ്കിലും നമ്മുടെ വീടിൻ്റെ ഉള്ളിലധികം തണുവില്ല. കാരണം നല്ലൊരു അന്തരീക്ഷമാണ്. കിളികളിലൊക്കെ കളകളാരവും അധികം ആൾത്തിരക്കൊന്നും ഇല്ലാത്ത വഴിയും ഒക്കെയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടാനും നടക്കാനൊക്കെ പറ്റിയ വഴിയാണ്. നമ്മുടെ കശുമാവൊക്കെ നന്നായിട്ട് പൂത്തിട്ടുണ്ടോ? നമ്മുടെ അല്ല, ഫോറസ്റ്റിൻ്റെ കശുമാവ് പൂത്ത് കശുവണ്ടിയൊക്കെ ആയി ഓരോരുത്തരൊക്കെ പറിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇതിലൊക്കെ ഇതേ ഇപ്പോൾ രണ്ടാമത് പൂവിട്ടേക്കുന്നതാണ്. ഓൾറെഡി ഉണ്ടായതൊക്കെ ഓരോരുത്തർ പറിച്ച് കൊണ്ടുപോയി. ആരും ഈ പ്രാവശ്യം സൗണ്ടൊക്കെ പോകണു, ആരും ഈ പ്രാവശ്യം ലേലത്തിന് എടുത്തിട്ടില്ല. അത് കാരണം നമ്മൾ തന്നെയാണ്, നമുക്കിഷ്ടമുള്ളവർക്ക് വന്നിട്ട് പറിക്കാം. നല്ല മഞ്ഞ കളറാവട്ടെ ഇതിൻ്റെ മാങ്ങ, നല്ല മഞ്ഞ കളറിലാവും. നല്ല വലിപ്പമുള്ള കശുവണ്ടിയും ഉണ്ടത്. നമ്മുടെ കാടിൻ്റെ ഉള്ളിലുള്ള വ്യൂ ആണ്ടത്. നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വ്യൂ ഇല്ലേ, അത് നമുക്ക് ആൾക്കാർക്ക് വേണമെങ്കിൽ അവിടെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാം. അതേപോലെ നല്ല ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പാല പൂക്കണ സമയമുണ്ടല്ലോ, അപ്പം നല്ല മണമായിരിക്കും. നമുക്ക് വീടിൻ്റെ ഉമ്മറത്ത് ഇരുന്നുണ്ടെങ്കിൽ അത് നല്ല മണം ഉണ്ടായിരിക്കും. അത് എപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല. നേരം വെളുത്തുനിന്ന് പറയാനായിട്ട് നമ്മുടെ കോഴിച്ചാത്തൻ്റെ കൂവിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നേരം വെളുത്ത് വേഗം പോയിക്കൊള്ളാൻ പറയുന്ന ആള്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടാണ് ജോലിക്ക് പോകാൻ സമയമായി 8 മണിയായി. വേഗം ഇറങ്ങാൻ പോവാണ്. വേഗം ഇറങ്ങാണേ. ഇവിടെ ബസ് കയറാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. ഒരു 10 മിനിറ്റിൻ്റെ ഒരു വഴിയുണ്ട്. നമുക്ക് വേലിപ്പാടത്ത് എത്തണം. വേലിപ്പാടത്ത് എത്തിയിട്ട് വേണം ബസ് കയറിയിട്ട് പോകാനായിട്ട്. ഞാൻ പതുക്കെ കുറച്ച് സ്പീഡിൽ നടക്കുക. ചിലപ്പോൾ വണ്ടി കിട്ടില്ല. നടക്കാത്ത കാരണേ നടക്കുമ്പോൾ ഭയങ്കര ഒരു കിതപ്പ്. ഇതൊക്കെ നമ്മുടെ പള്ളിപ്പറമ്പാണ്. പണ്ട് ഇവിടെ എന്ന് വെച്ചാൽ മൊത്തത്തിൽ റബ്ബറായിരുന്നു, വലിയ റബ്ബർ. ഇപ്പോൾ റബ്ബറൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ഒരു വാഴ വെച്ചു. ഒരു വാഴ വെട്ടി കളഞ്ഞിട്ട് ഇപ്പോൾ റബ്ബർ തൈ നട്ടേക്കുവാണ്. അപ്പോൾ ഈ വഴി കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ വേറെ ഏതോ വഴി കൂടെ നടന്നു പോകുന്ന ഒരു ഫീലാണ്. പണ്ട് സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ ഈ വഴി കൂടെ തന്നെയാണ് ഡെയിലി പോയി വരിക. അന്നൊക്കെ ഒരു 5-8 മിനിറ്റ് ഉണ്ടെങ്കിൽ സ്പീഡിൽ തന്നെ ഓടി അവിടെ എത്തും. എങ്ങനെയാണെങ്കിലും വേലിപ്പാടത്ത് എത്തും. പക്ഷേ കുറച്ച് അധികം ടൈം എടുക്കുന്നുണ്ട് നടന്നെത്താനായിട്ട്. നമുക്കൊരു ഇറക്കമുണ്ടാ, ഇത് മൊത്തം നടന്ന് എത്തണം. ഈ കാണുന്നത് ചുറ്റും നമ്മുടെ കശുമാവ് തന്നെയാണ്. കശുമാവും കണ്ട ഒരു ഭാഗമുണ്ട് അത് മൊത്തത്തിൽ. അത് പള്ളിയുടെ സെമിത്തേരിയാണ് കാണുന്നത്. ഏകദേശം നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. മെയിൻ റോഡ് എത്താറായി. ബസ് സ്റ്റോപ്പിലേക്ക് ഇനി കുറച്ചുകൂടി നടക്കണം. പക്ഷെ മെയിൻ റോഡിലെത്തി കഴിഞ്ഞാൽ ബസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൈ കാട്ടിയിട്ട് ഓടിപ്പിടിച്ച് കയറാം. ബസ് കയറി കഴിഞ്ഞാൽ വരന്തരപ്പുഴയിൽ എത്തിയിട്ടാണ് ഞാൻ. എന്നിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഒപ്പം നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് വണ്ടിയുമേ. ഞാൻ ഓഫീസിലെത്തിയിട്ടാണ്. ഇനി ഓഫീസ് കാഴ്ചകളാണ്. ഇനി ഓഫീസ് അവർ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വീഡിയോയിൽ കാണാം. അമ്പുഷ് ആള് നല്ല ചെടി നനയിലാണ്, ഒരു ശ്രദ്ധയില്ല. വെള്ളം കഴിഞ്ഞാ? എന്തിട്ടാ വേണ്ടാത്ത? ഇട്ട വേണ്ട? ഓക്കെ. ഈ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി തിരിച്ചെത്തി. അപ്പോൾ എന്നെ കൊണ്ടാക്കിയിട്ട് ചായ കുടിച്ച് കഴിയുമ്പോൾ ചേട്ടൻ തിരിച്ച് പോയിട്ടാണ്.
ഇനിയിപ്പോൾ ഇവൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ച് പിന്നെ നമുക്ക് വീട്ടിലാകാരണം വലിയ പണികളൊന്നുമില്ല. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാം. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ അവൻ്റെ കുശാലാവും. അപ്പോൾ ഇന്നത്തെ ഡിന്നറ് കുബൂസും അൽഫാമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഭയങ്കര സ്നേഹമായിപ്പോയി. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ ആദ്യമായി ചെയ്തതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒപ്പം അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാം. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും